സലാഹി എന്ന് പറയുന്ന മാപ്പിള തറവാട്ടിൽ പറന്ന തൊഗാടിയായ ഇസ്ലാമിക വിരുദ്ധനായ സക്കരിയ സലാഹി ഈ ലോകത്ത് താക്കറെ പറയാത്ത വൃത്തികേട്, അദ്വാനി പറയാത്ത വൃത്തികേട്, ആത്മീയ ലോകത്തെ മുസ്ലിങ്ങളുടെ വെള്ളി നക്ഷത്രമായ 14 കോടി മുസ്ലിങ്ങളുടെ ചങ്കിലച്ചോരയായ ഹബീബ് റസൂലുള്ളാഹ് 14 നൂറ്റാണ്ടിലെ മുസ്ലിം സമുദായം സിയാറത്തിന് പോയ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅതി, എന്റെ റൗള സന്ദർശിക്കണമെന്ന് ലോകത്ത് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ റസൂല്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ സിയാറത്തിന് പോയ പ്രവാചകന്റെ പച്ചക്കുബയുള്ള ജാറം, ആ ജാറം 14 നൂറ്റാണ്ട് കാലം മുസ്ലിം സമുദായം പരിരക്ഷിച്ചില്ല. ലക്ഷക്കണക്കായ മുസ്ലിങ്ങൾ ഹജ്ജ് വേളയിൽ ആ റസൂലുള്ളാന്റെ റൗള സന്ദർശിച്ചില്ല. എന്നാൽ കേട്ടോ മുസ്ലിമേ, എന്തിനാണ് ഈ തർക്കമെന്ന് ചോദിച്ച് ലളിതവൽക്കരിക്കുന്ന സുഹൃത്തുക്കളില്ല. മുസ്ലിമേ, ഇത് കക്ഷിത്വത്തിന് വേണ്ടിയല്ല, ഇത് സംഘടന വളർത്താനല്ല, ഇത് ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനല്ല. അള്ളാഹുവിന്റെ മതത്തെ കാർന്നു തിന്നുന്ന കാബാലികരായ വഞ്ചക വിഭാഗമായ പുരോഹിതന്മാര്, ആ പുരോഹിതന്മാര് മതത്തിൽ കാണിക്കുന്ന ക്രൂരതകള് ജനങ്ങളോട് പറയുന്ന വാചകങ്ങളാണ്. നോക്കൂ നിങ്ങള്, അദ്വാനി പറയാത്ത വൃത്തികേട്, ബാൽദാക്കറ പറയാത്ത വൃത്തികേട്, സക്കരിയ തൊഗാഡിയ എന്ന് പറയുന്ന മൗലവി പച്ചയായി 40 മീറ്റർ നീളമുള്ള തന്റെ നാക്കുകൊണ്ട് കവലകളിൽ വിസർജിക്കുകയാണ്. എന്താണെന്നറിയോ? 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ജനത പരിരക്ഷിച്ച പ്രവാചകന്റെ പച്ചക്കുബ്ബയുണ്ടല്ലോ, ആ കാണുന്ന പച്ചക്കുബ്ബ, ആ കുബ്ബ തകർക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല പോൽ. ആ കുബ്ബ തകർക്കാൻ സൗദിയിൽ അധികാരം കിട്ടിയാൽ അതിനുവേണ്ടി നേർച്ചയാക്കിയ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ. അത് സക്കരിയ സ്വലാഹിയുടെ കീഴിലുള്ള ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ വഹാബി വഞ്ചകരാണ് കേട്ടോ. സക്കരിയ സ്വലാഹി പറയുകയാണ്, സൗദി അറേബ്യയിൽ ഞങ്ങൾ ജാറം അത് തെറ്റാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. മൗലവിമാരെ, ജാറം തെറ്റാണെന്ന് ഈ ലോകത്ത് പഠിപ്പിച്ചത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ട് കാലം ആചാരം ലോകത്തു നിലനിന്നത്. പക്ഷേ പിന്നീട് മൗലവി പറയുന്ന AK-47 അതുപോലെ റൈഫിളിനെക്കാളും അതുപോലെ വാളിനേക്കാളും മൂർച്ചയുള്ള വിഷം പുരട്ടിയ സക്കരിയാന്റെ നാവ് വിശ്വസിക്കണ്ട കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം തകർക്കുമെന്ന് പറഞ്ഞ ഒരു ധിക്കാരിയെ ഭൂമുഖത്തുള്ളൂ. അത് നിങ്ങൾ കൊണ്ടുവന്ന് മതം പറയാൻ വേദി കെട്ടിക്കൊടുത്ത് ഭക്ഷണം കൊടുത്തു വിട്ട് സക്കരിയ എന്ന് പറയുന്ന വഞ്ചകനാണ് ഞങ്ങളെ നേതാവിന്റെ ജാറം തകർക്കാ. മുസ്ലിം ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം തകർക്കാ. ഏത് ജൂതന്മാരാണോ നിങ്ങൾ കച്ചാരം തന്നത്? ഏത് സൈനിസ്റ്റുകാരാണോ നിങ്ങൾ കച്ചാരം തന്നത്? അത് ഈ സമുദായത്തോടൊന്ന് തുറന്നു പറയുമോ? ഈ ഉമ്മത്തിനെ ഒന്ന് വെറുതെ വിടുമോ? സക്കരിയ സ്വലാഹി പറയണോ, നിങ്ങൾ സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 2ാമത്തെ ദിവസം ഞങ്ങൾ ആ പച്ചക്കുബ്ബയുള്ള ജാറം തകർക്കുന്ന. ആരപ്പി പറയണത് അറിയങ്ങള്? ഇഞ്ഞപ്പോലത്തെ ലൈഫ് നിങ്ങൾ മൈക്കന്റെ മുമ്പിൽ വന്നുകൊണ്ട് മൗലവി ഈ കിതാബ് ഒന്ന് വായിച്ചാണെന്ന് പറഞ്ഞാൽ സുന്യാള് മൂക്കിൽ വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടണ വണ്ടിക്ക് ഓടണ വഹാബിയാണ്. അവരാണ് ഇപ്പൊ സൗദി അറേബ്യയിലെ അധികാരികൾക്ക് ധൈര്യമില്ലാത്തൊരു സംഗതി ചെയ്യാൻ നീർച്ചക്കടള്ളോലെ. ഏതാ ഈ കൂട്ടരങ്ങള്? സ്വന്തം മൂക്കിന്റെ ചോട്ടിലുള്ള ISM എന്ന് പറയുന്ന സ്വന്തം അധികാരത്തിലുള്ള ഒരു സംഘടനനെ ഉസൈൻ മടവൂര് അമ്മിക്കുട്ടി വള്ളത്ത് പോയ മാതിരി നൊരയും പതിയും കൂടി ഇല്ലാതെ ഒന്നായിട്ടാണ് വലിച്ചുകൊണ്ടിട്ട് അത് അറിയാത്ത സാധുക്കൾ. നിങ്ങളെ കയ്യിലൊക്കെ സൗദിന്റെ അധികാരം കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, സ്വപ്നം കുതിരവട്ടത്ത് നിന്ന് കാണണമെന്ന് മാത്രം. മൗലവിന്റെ വാക്ക് കേട്ടു. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ പൊന്തിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. കുഴപ്പമൊന്നുമില്ല, പോയ മാതിരി തിരിച്ചു വരൂല എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഞങ്ങളെ പ്രവാചകന്റെ ജാറത്തുമ്മ തൊടാന്
അതിനൊക്കെ ഉള്ള ചോറുന്നണ ആരെങ്കിലുമൊക്കെ ഈ കേരളത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോയ വണ്ടിക്കൊണ്ട് തിരിച്ചു വരാൻ കൂടൂല, വരവും ചെലവും നോക്കിയിട്ട് വന്നാൽ മതി എന്ന് മാത്രം. സഹോദരന്മാരെ, ചില്ലറ വൃത്തികേടാണോ ഈ പറയുന്നത്? നിഷേധിക്കാൻ കഴിയോ? അപ്പൊ ഇത് സക്കരിയ സ്വലായി ഇങ്ങനെ പറഞ്ഞു എന്ന് നാട്ടുകാരോട് നമ്മൾ പറഞ്ഞപ്പോ മൗലവിന്റെ വേറൊരു മൗലവിന്റെ മറുപടി എന്താ അറിയോ? സക്കരിയ പറഞ്ഞതിൽ ചെറിയൊരു പെശകുണ്ട് എന്നാ. അതെന്താ നോക്കുമ്പോ സക്കരിയ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം പൊളിച്ചു എന്നാണ്, അന്നെ പൊളിച്ചു എന്നാ പറയേണ്ടത് ഈ മൗലവി. സക്കരിയ സ്വലായി പറയുന്നതോ അത് പൊളിച്ചേണ്ടേ തന്നെയാണ്. പൊളിച്ചാത്തത് എന്തുകൊണ്ടാ? ഖുറാബികൾ പോയിങ്ങാണ്ട് അവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കുമെന്ന് പറയുന്ന, കുബ്ബ പൊളിക്കുമെന്ന് പറഞ്ഞ മൗലവിയതോ. അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ. സഹാബികളെ പൊളിക്കാത്ത അല്ല, സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ? അതിന്റെ പേരിൽ കുറെ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കും. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കണോന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും. അങ്ങനെ മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ മുസ്ലിമീങ്ങള് വിവരം കെട്ട കൗമിന്റെ പേര് ഇളക്കി വിടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്, അതല്ലാതെ വേറൊന്നുകൊണ്ടല്ല. ഇയാളിങ്ങനെ പറയുന്നത് കേട്ടാല് സൗദി ഗവൺമെന്റിലെ പ്രൈവറ്റ് സെക്രട്ടറി ഇയാൾ തന്നെയാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഭരണത്തിന്റെ എല്ലാ വിഷയവും മൂപ്പരാണ് പറയണ ആധികാരികമായിട്ടേ. എന്നിട്ട് മൂപ്പര് പറയാം അത് പൊളിക്കുന്നു പറഞ്ഞ കുറെ ആൾക്കാരുണ്ടോ? ഉണ്ട്, നിന്റെ കൂട്ടത്തിൽ പൊട്ട കുറെ മുറിച്ചുത്തിയാളുണ്ടേ. അല്ലാതെ ഈമാനും ഇഖ്ലാസും ഇൽമുള്ള ഒരൊറ്റ പണ്ഡിതം പറഞ്ഞിട്ടില്ല. മുസ്ലിം സമുദായം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരൊറ്റ ആലിമ് പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ കഴിയോ?